ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ അഭിലാഷ് മോഷൻ, ബഹുമാന്യരായ MP-മാർ, MLA-മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം മുനമ്പം സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ അവർക്ക് കൊടുത്ത വാക്കാണ് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വിഷയം കേരളത്തിലെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊച്ചിയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കും. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള, മുതിർന്ന നേതാക്കൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മുനമ്പം ഐക്യദാർഢ്യ സദസ്സാണ് ഇവിടെ ചേരുന്നത്. നമുക്കറിയാം, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇതൊരു ഗൗരവതരമായത് അവിടുത്തെ സമരസമിതി പോലും തുടക്കത്തിൽ അവർ തിരുവനന്തപുരത്തൊക്കെ വന്നിരുന്നെങ്കിലും അവരുടെ MLA കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത്. സമരസമിതിയുമായി ബന്ധപ്പെട്ട പലരെയും തിരുവനന്തപുരത്ത് ഞങ്ങൾ കാണുമ്പോഴും അവർ മറ്റു ചില കാര്യങ്ങൾക്ക് വന്നതാണെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. അവരങ്ങനെയാണ് വിചാരിച്ചത്, ഗവൺമെന്റിനെ കൊണ്ട് ആ വിഷയം പരിഹരിക്കാൻ പറ്റും. സാധാരണ ഒരു നിയോജക മണ്ഡലത്തിലൊരു വിഷയം വന്നാൽ MLA ഇടപെട്ട് അത് പരിഹരിക്കും. പക്ഷെ ഇത് അതിന്റെ അപ്പുറത്തേക്ക് പോവുകയും അതിന് ചില പ്രത്യേകമായ മാനങ്ങൾ ചിലർ നൽകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ആദ്യമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ മുനമ്പത്ത് പോയി സമരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ പൊതുസമ്മേളനം നടത്തി. ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു. ഞങ്ങൾ അവരുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഒരു കാരണവശാലും അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന തീരുമാനം പ്രഖ്യാപിച്ചത് നമ്മൾ അവിടെ വെച്ചു. ആദ്യം പോയത്, ഞാൻ എല്ലാവരോടും ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ആദ്യം പോയത് നമ്മൾ തന്നെയാണ്. ആദ്യം പോയി അവർക്ക് പിന്തുണ കൊടുത്തത് നമ്മൾ തന്നെയാണ്. പിന്നീട് ഇതിന് ചില മാനങ്ങൾ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവരും വിശദീകരിച്ച് കാണും. വർഷങ്ങൾക്ക് മുമ്പ് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ 1950 മുതൽ ആളുകൾ താമസിക്കുന്നു, അവരുടെ തലമുറകൾ താമസിക്കുന്നു. ചിലരത് കൈമാറ്റം ചെയ്തു, വേറെ ആളുകൾക്ക് വിറ്റു, ആ പുതിയ ആളുകൾ താമസിക്കുന്നു. പക്ഷെ ഇത് 1950 ശേഷം ഉണ്ടായ ഈ കൈമാറ്റത്തെ സംബന്ധിച്ച് 2022 ഒരു വിഷയം ഉണ്ടാകും. 2022 എങ്ങനെയാണ് ആ വിഷയത്തിന്റെ തുടക്കം? അച്യുതാനന്ദൻ ഗവൺമെന്റ് വെച്ച നിസാർ കമ്മിറ്റി ആണ്. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൽ അവര് ഈ ഒരുപാട് വിഷയത്തെ പറ്റി പറയുന്നതിന്റെ കൂട്ടത്തിൽ മുനമ്പത്തെ വഖഫ് ഭൂമിയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ആഴത്തിൽ അത് പഠിച്ചിട്ടില്ല എന്ന് കൂടി ആ കമ്മീഷൻ പറയുന്നുണ്ട്, കമ്മീഷൻ റിപ്പോർട്ടിൽ. അതാണ്, ആഴത്തിൽ പഠിക്കാതെ എങ്ങനെയാണ് ഇത് വഖഫാണെന്ന് തീരുമാനിക്കുന്നത്? ആ റിപ്പോർട്ടിന്റെ 2010 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് അത് അംഗീകരിച്ചു. UDF ഗവൺമെന്റ് തിരിച്ചു വന്നു. UDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് ഈ നടപടികൾക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് ശരിയല്ല. പണം മേടിച്ച ഭൂമിയാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നത് അനിസ്ലാമികമാണെന്നുള്ള നിലപാടാണ് എടുത്തത്. അതിനുശേഷം 2016 ശേഷം പിണറായി സർക്കാർ വന്നു. 2019 ചില വിഷയങ്ങളുണ്ടായി. പക്ഷെ 2022 ഗവൺമെന്റ് ഉത്തരവ് മൂലം, വഖഫ് ബോർഡിന്റെ ഉത്തരവ് മൂലം ടാക്സ് അടയ്ക്കരുത് എന്നുള്ള നിർദ്ദേശം, റവന്യൂ ടാക്സ് സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശം. അതിനുശേഷമാണ് ഇത് വലിയ വിഷയമായി വന്നത്. ദൗർഭാഗ്യവശാൽ അതോടൊപ്പം വഖഫ് ബില്ല് പാർലമെന്റിൽ വരികയും ചെയ്തു. അപ്പോൾ ചില വർഗീയ ശക്തികൾ ഇതൊരു വർഗീയ വിഷയമാക്കി മാറ്റി, രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാക്കി മാറ്റി ഇതിനെ വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിച്ചതാണ് ഈ വിഷയം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകാനുള്ള കാരണം. അതാണ് ഞങ്ങൾ എന്താ ചെയ്തത്? കോൺഗ്രസ് നേതൃത്വം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം, ഞങ്ങൾ എല്ലാവരും തമ്മിൽ ആലോചിച്ചു.
ഞാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും എടുത്ത തീരുമാനത്തെ ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം അവരെടുത്ത തീരുമാനം അവരെല്ലാ മുസ്ലിം സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്ത് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ മുനമ്പത്തെ ഈ സാധാരണക്കാരന്റെ ഈ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു. അവരോടൊപ്പമാണെന്ന് പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി എറണാകുളത്തെത്തി ഇവിടെ ആർച്ച് ബിഷപ്പ് ഹൗസിൽ വെച്ച് ബിഷപ്പുമാരുമായി അവർ കൂടിക്കാഴ്ച നടത്തി. രണ്ട് മതങ്ങൾ തമ്മിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മാത്രമല്ല സാദിഖ് അലി തങ്ങൾ, അവരുടെ ആത്മീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം മുൻകൈയെടുത്ത് കൂടിക്കാഴ്ച നടത്തി രമ്യമായ ഒരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാകണം. അത് സർക്കാരിന്റെ നമ്മുടെ നിലപാടാണ്. സർക്കാർ 10 മിനിറ്റ് കൊണ്ട്, ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. സംഘപരിവാർ എന്താ ചെയ്തത്? സംഘപരിവാർ വ്യാപകമായി പ്രചരിപ്പിച്ചു ഇത് വഖഫ് നിയമത്തിന്റെ കുഴപ്പമാണ്. 95-ൽ നരസിംഹറാവു കൊണ്ടുവന്ന വഖഫ് നിയമത്തിന്റെ കുഴപ്പമാണ്. ആ വഖഫ് നിയമം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അതിനാണ് പുതിയ ബില്ല് വരുന്നത് എന്ന് പറഞ്ഞു. 1995-ലുണ്ടായ വഖഫ് നിയമം 95 കഴിഞ്ഞ് 2022 വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. 27 കൊല്ലക്കാലം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ആ നിയമം കൊണ്ടൊരു കുഴപ്പമുണ്ടായില്ല. ആ നിയമമാണോ പ്രശ്നം? അപ്പൊ നമുക്കറിയാം, ദേവസ്വം ഭൂമിയുണ്ട്, ദേവസ്വം ഭൂമി അല്ലേ? ദേവസ്വം ഭൂമി കയ്യേറപ്പെട്ടിട്ടുണ്ട് വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത്. ആളുകള് ദേവസ്വത്തിന് ഭൂമി കൊടുക്കണേ എങ്ങനെ? ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് അല്ലെ? അമ്പലത്തിന് ഭൂമി കൊടുക്കും. ചിലര് ക്രൈസ്തവ ദേവാലയങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് മാത്രമാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ പോലും പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ എല്ലാം പള്ളി പണിയാൻ വേണ്ടി വിശ്വാസികളായ ആളുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ 1 ഏക്കർ കൊടുക്കും, ചിലപ്പോൾ 2 ഏക്കർ കൊടുക്കും ഇല്ലേ? അവർക്ക് കൊടുക്കും, ഭൂമി കൊടുക്കും. ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മലപ്പുറത്ത് എവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പള്ളി പണിയാൻ സ്ഥലമില്ല. അപ്പൊ അദ്ദേഹം പോയി വാസുദേവ മേനോൻ എന്ന് പറയുന്ന ഒരു ജന്മിയെ കാണാൻ. ആ ജന്മി ഇവര് തമ്മിൽ വലിയ പരിചയമാണ്. അവ എന്തുമാത്രം ഭൂമി വേണമെന്ന് ചോദിച്ചു. അല്ല, അത് നോക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വാസുദേവ മേനോൻ കയറ് കൊണ്ടുവരാൻ പറഞ്ഞു. കയറ് കൊണ്ടുവന്നിട്ട് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെയുള്ള ആളുകളുടെ കയ്യിലേക്ക് ഈ കയറ് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ഭൂമിയിൽ നിന്ന് വലിയ നീണ്ടു പരത്തി കിടക്കാണ്, ജന്മിയാണ്, എത്രമാത്രം ഭൂമി ഈ പള്ളി പണിയാൻ വേണ്ടി, മുസ്ലിം പള്ളി പണിയാൻ വേണ്ടി വരും, അത്രയും ദൂരത്തിൽ കയറ് കെട്ടാൻ പറഞ്ഞു. അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്ന സ്ഥലം വരെ കയറ് കെട്ടാൻ പറഞ്ഞു. കയറ് കെട്ടിയിട്ട് ഈ ഭൂമി എടുത്തോളാൻ പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് ആളുകൾ തമ്മിൽ ദേവാലയങ്ങൾ പണിയാൻ അല്ലെ? പരസ്പരം സഹകരിച്ചോ സ്നേഹിച്ചോ ഒക്കെ അങ്ങോട്ട് വിശ്വാസികൾ കൊടുക്കും. അപ്പൊ വഖഫാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി ദൈവത്തിന് സമർപ്പിക്കാമെന്നാണ് അർത്ഥം. ആ ഭൂമി അപ്പൊ നമ്മളിത് ഈ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവർക്ക് പണം കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന്, അവിടെ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വഖഫല്ല. വഖഫ് കിട്ടിയ ഭൂമി അങ്ങനെ വിൽക്കാൻ പറ്റില്ല, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, കൊടുത്ത ആൾക്ക് പോലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. വഖഫ് എന്ന് പറയുന്നത് പെർമനന്റ് കണ്ടീഷനാണ്, പെർമനന്റ് ഡെഡിക്കേഷനാണ്. ഒരു കണ്ടീഷനും അതിനകത്ത് പാടില്ല. അതവ തിരിച്ച് ആ ഭൂമി വഹിക്കാൻ പാടില്ല. അതാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്ന വിഷയം. അപ്പൊ ഇവര് ഈ വർഗീയവൽക്കരിക്കാൻ വേണ്ടി വ്യാപകമായി സംഘപരിവാർ കേരളത്തിൽ ഉടനീളം ഈ പ്രചരണം നടത്തി. ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഗവൺമെന്റാണ്. ഗവൺമെന്റ് നമ്മളിടപെട്ടിട്ടും നമ്മളെല്ലാം സംസാരിച്ചിട്ടും മിണ്ടാതെ ഈ സമരം തുടങ്ങി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. എന്താണ്? ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം, സർവകക്ഷി യോഗം വിളിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണം. ഇത് വർഗീയവാദികൾ ഇത് വളവാക്കാൻ നോക്കുകയാണ്, കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്, 2 സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് നമുക്ക് കൂട്ടുനിന്നുകൂടാ. എല്ലാവരെയും സമുദായ ഐക്യമാണ് നമുക്ക് വേണ്ടതെന്ന്. എന്താ ചെയ്തത് മുഖ്യമന്ത്രി? അപ്പോഴാണൊന്ന് അനങ്ങിയത്. സർവകക്ഷി യോഗം വിളിക്കാനല്ല, ഒരു ഉന്നതതല യോഗം വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് 3 പ്രാവശ്യം അത് മാറ്റിവെച്ചു. 22-ാം തീയതി അല്ലേ
ഇലക്ഷൻ കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ പുതിയൊരു കമ്മീഷൻ വയ്ക്കാൻ തീരുമാനിച്ചു. സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയം വൈകിപ്പിച്ചു കൊണ്ടുപോകും. അപ്പൊ സംഘപരിവാറിന്റെ അതേ ലൈനാണ്. ഇത് വൈകിപ്പിച്ചു കൊണ്ടുപോകും തോറും സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് ഇങ്ങനെ വളരും. ചെറുതായി തുടങ്ങുന്ന വിഷയം വളർന്ന് നിൽക്കും. അപ്പോ സംഘപരിവാറിന്റെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയുമായിട്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടൊരു സർവകക്ഷി യോഗം വിളിച്ചൊരു തീരുമാനം എടുക്കാൻ പാടില്ല? ആ തീരുമാനം അനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല? ഇവിടെ കർണാടകത്തിൽ അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, സിദ്ധരാമയ്യ. നേരത്തെയുള്ള വഖഫ് ബോർഡ് കുറെ നോട്ടീസ് കർഷകർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിദ്ധരാമയ്യ പറഞ്ഞു, അതെല്ലാം കർഷകരുടെ ഭൂമിയാണ്, വഖഫ് ഭൂമിയല്ല. എല്ലാ നോട്ടീസും തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എല്ലാ നോട്ടീസും തിരിച്ചു വിളിച്ചു. കർഷകർക്ക് ആ ഭൂമി കിട്ടി. ഇവിടെ സർക്കാരിന്റെ കീഴിലാണ് വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡ് സർക്കാർ അപ്പോയിന്റ് ചെയ്ത ആളുകളാണ് ആ വഖഫ് ബോർഡിൽ ഇരിക്കുന്നത്. അവരെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ച് ആ തീരുമാനം കോടതിയിൽ അറിയിച്ചാൽ അവിടെ താമസിക്കുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് പെർമനന്റ് ടൈറ്റിൽ കിട്ടും. പിന്നെ അവർക്ക് ഒരു പ്രശ്നവും ഭാവിയിൽ ഉണ്ടാവില്ല. അവർക്ക് ആ സ്ഥലം വിൽക്കാം, സ്ഥലം പണയം വെക്കാം, ബാങ്കിൽ വെക്കാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളെല്ലാം നമ്മുടെ ഭൂമിയിൽ നമുക്ക് അവകാശമുള്ളതുപോലെ തന്നെ ആ പാവങ്ങൾക്ക് ആ ഭൂമിയിൽ രമ്യമായ പരിഹാരം ഉണ്ടായി എക്കാലത്തും പ്രശ്നമുണ്ടാകും. അതിനു പകരം കേരളത്തിൽ സംഘപരിവാറും CPM-ഉം ശ്രമിക്കുന്നത്, എനിക്കതിനെ CPM-നെ കൂടി ചേർത്ത് പറയുന്നത് എനിക്ക് പ്രയാസമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇവരെക്കാൾ മോശം ദുഷ്ടലാക്കോട് കൂടിയാണ് ഇവര് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. 35 ദിവസവും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് CAA കുറിച്ചാണ്. CAA നിയമം വരാൻ പോകുന്നു പറഞ്ഞാൽ അപ്പൊ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് CAA എന്നുള്ളൊരു വാക്ക് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അത് മാറി, നിറം മാറി. അപ്പൊ ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. ഇപ്പൊ പറയുന്നതാണ് 87 EMS നമ്പൂതിരിപ്പാട് എടുത്ത ഒരു ലൈനുണ്ട്, ഒരു ഭൂരിപക്ഷ ലൈൻ. ആ ഭൂരിപക്ഷ ലൈൻ എടുക്കാം. എനിക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 87 അല്ല 2024 എന്ന് ഓർത്തോളൂ. 87 അല്ല. നിങ്ങൾ വർഗീയവാദം ഉയർത്തിയാൽ, വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളായിരിക്കില്ല അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് വിനയപൂർവ്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ CPM-നെയും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ, നിങ്ങളുടെ തരം പോലെ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ എവിടെ ചെന്ന് എത്തും എന്ന് നിങ്ങൾ അപ്പോൾ ആലോചിച്ചാൽ മതി. ഞാൻ രാഷ്ട്രീയം കലർത്തി പറയല്ല ഈ വിഷയത്തിൽ. നിങ്ങൾ ഈ പോക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ നടക്കട്ടെ, ഭിന്നിപ്പുണ്ടാകട്ടെ, ആളുകൾ തമ്മിൽ അകലട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്കല്ല ഗുണം കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല. അത് വാക്കാണ്, കേരളത്തിലെ ജനങ്ങൾക്കുള്ള വാക്കാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, ഒരു താൽക്കാലിക ലാഭത്തിന് ഞങ്ങൾ ഞങ്ങളുടെ മതേതര നിലപാടിൽ വെള്ളം ചേർക്കില്ല. കാരണം അത് ഞങ്ങൾ കൂടി അത് ചേർത്താൽ കേരളം ഉണ്ടാവില്ല, ഈ രാജ്യം ഉണ്ടാവില്ല. ഞങ്ങൾ കൂടി ചേർത്താൽ. അതുകൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഒരു ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ഞങ്ങളുടെ ചെലവിൽ ആരും വർഗീയത പറയാമെന്ന് കരുതണ്ട. എവിടെ വർഗീയത പറഞ്ഞാലും, എവിടെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ ഒന്നിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും. ഞങ്ങൾ അവിടെ ഉണ്ടാവും. പാവപ്പെട്ടവരുടെ, ഈ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ അവസാനം വരെ അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ വാങ്ങിച്ച് കൊടുക്കുന്നത് വരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. ഒരാളും വിചാരിക്കേണ്ട അവരെ അവിടെ നിന്ന് ഇറക്കി വിടാം. ഒരാളും വിചാരിക്കേണ്ട അവരെ അവിടെ നിന്ന് ഇറക്കി വിടാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തുള്ള കാലത്തോളം ഒരാളും അവരെ അവിടെ നിന്ന് ഇറക്കി വിടില്ല. അവർക്കുള്ള പൂർണ്ണമായ സംരക്ഷണം കോൺഗ്രസ് പാർട്ടി കൊടുക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ അവർക്കുണ്ടാകും. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യും. ഇപ്പോ ക്രൈസ്തവ സംഘടനകളെല്ലാം ഒരുമിച്ചാണ്, മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ചാണ് അല്ലേ? ആരാക്കിയത്? അങ്ങനെ ആക്കിയത് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ്. എല്ലാവരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ പാവപ്പെട്ടവരുടെ വിഷയത്തിൽ. ഇപ്പൊ അവർക്ക് എതിരെ നിൽക്കുന്ന ആരാ?
ഒന്ന് സംഘപരിവാർ, അവർക്കിവിടെ കാര്യമൊന്നുമില്ല. രണ്ട്, സംസ്ഥാന ഗവൺമെന്റും വഖഫ് ബോർഡും. അവര് സംസ്ഥാന ഗവൺമെന്റും വഖഫ് ബോർഡും അവരുടെ നിലപാടും മാറ്റി ഇവര് എന്താ ചെയ്തത്? ഇപ്പോ ഇത് നീറി നിൽക്കുകയാണ് ഈ വിഷയം ആണല്ലോ. അപ്പോഴാണ് നമ്മുടെ ബൈ ഇലക്ഷൻ നടക്കുന്നത്. വയനാട് ബൈ ഇലക്ഷൻ നടക്കുക. ഒരു 3 ദിവസം മുമ്പ് ഒരു നോട്ടീസ് കൊണ്ടേ കൊടുക്കുക. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തീരുന്നതിന്റെ 3 ദിവസം മുമ്പ് കുറെ സ്ഥലത്ത് നോട്ടീസ് കൊടുക്കുക. ഇവർ കൊണ്ട് നോട്ടീസ് കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ BJPയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ സന്ദർശിക്കുക. എന്നിട്ട് നോട്ടീസ് കൊടുത്ത വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലായിടത്തും വീട്ടിൽ കയറി BJP നേതാക്കൾ പറയും ഞങ്ങളുണ്ട്, പേടിക്കണ്ട. ചേലക്കര ഇലക്ഷൻ നടക്കുന്നു. തൊട്ടപ്പുറത്താണ് ചാവക്കാട് പോയി കുറെ പേർക്ക് ഇത് തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് പ്രചരണം തീരുന്നതിന് കൊണ്ട് കൊടുക്കാൻ ഈ വഖഫ് ബോർഡ് ഈ വിഷയം നീർന്നിക്കുകയാണ്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം നേരെ BJP നേതാക്കൾ അവിടെ രംഗപ്രവേശം ചെയ്യുന്നു. സംസ്ഥാന നേതാക്കൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോ വയനാട്ടിലും അല്ലെങ്കിൽ ചേലക്കരയിലും എത്ര ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പറ്റും നോക്കുക. അപ്പോഴാണ് ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ്, കൽപ്പാത്തിയിലും ചിലപ്പോൾ നോട്ടീസ് കിട്ടിയേക്കും. ഓർമ്മയില്ലേ? കൽപ്പാത്തി പാലക്കാട്, കൽപ്പാത്തിയിലും നോട്ടീസ് ചിലപ്പോൾ കിട്ടിയേക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പില് ആ പാലക്കാടും വയനാടും ഈ ചേലക്കരയിലൊക്കെ എന്താ ശ്രമിച്ചത്? വഖഫ് ബോർഡ് വഴി CPM എന്താ ശ്രമിച്ചത്? ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക. അല്ലെങ്കിൽ പുള്ളി അവിടെ ഇരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പാടില്ല. ഇത്രയും വിഷയം അല്ലെ, വളരെ സങ്കീർണമായ ഒരു വിഷയം നിൽക്കുന്ന സമയത്ത് വീണ്ടും വഖഫിനെ കൊണ്ട് നോട്ടീസ് കൊടുപ്പിക്കുക. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഭയങ്കര ബുദ്ധിയാ, വലിയ ബുദ്ധിയാണ് കാണിച്ചത്. എന്തിനാ? സംഘപരിവാറിന്റെ അത് തന്നെ, അതേ ലൈൻ തന്നെ. അവരുദ്ദേശിക്കുന്നത് എന്താ? എല്ലായിടത്തും ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, ശത്രുക്കളാക്കുക. അവര് നമ്മൾ ഒരുമിച്ച് നടക്കണ ഭയങ്കര സങ്കടം. അപ്പൊ ഭിന്നിപ്പിക്കാൻ നോക്കും, തമ്മിലടിപ്പിക്കാൻ നോക്കും, എന്നിട്ട് ശത്രുക്കളാക്കും. എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തെടുത്ത് വോട്ട് പിടിക്കാൻ നോക്കും. അതേ തന്ത്രം ഇവരിവിടെ പയറ്റുക. അവിടെയാണ് നമ്മുടെ നിലപാട്. നമ്മൾ ഒന്നിപ്പിക്കുക, എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തും. ഒരു മതപരമായ ഭിന്നിപ്പും ഈ വിഷയത്തിന്റെ പുറത്ത് ഈ സംസ്ഥാനത്തുണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല. ഞങ്ങളത് ബോധ്യപ്പെടുത്തും. ഞങ്ങൾ നിരന്തരമായി എന്തുമാത്രം ഹോംവർക്ക് ഞങ്ങൾ ചെയ്തു, എത്ര പേരെ ഞങ്ങൾ കണ്ടു, എത്ര ആളുകളോട് സംസാരിച്ചു, എല്ലാവരെയും ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് നിരന്തരമായി ഞങ്ങളെല്ലാം സഞ്ചരിച്ചു. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുടി സാഹിബും അടക്കമുള്ള എല്ലാവരും നിരന്തരമായി എല്ലാവരുമായി ചർച്ച ചെയ്തു. അതിന്റെ ഇടയിൽ നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഹൈബിയുടെ വഷളാക്കാനൊരു ശ്രമം. വഖഫ് ബില്ലിന് നോട്ടീസ് കൊടുത്തു. വഖഫ് ബില്ല് അവിടെ എടുത്തിട്ടില്ല. വഖഫ് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് ഹൈബി ടാർഗറ്റ് ആക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു വർഗീയവാദിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട MP വിട്ടുകൊടുക്കൂല. ഞങ്ങളെ മുനമ്പത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുക ഹൈബിയെ ഞങ്ങൾ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കുക. ഒരു വർഗീയവാദികൾക്കും വിട്ടുകൊടുക്കൂല. ഹൈബി ഈ നാടിന്റെ ജനപ്രതിനിധിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുക്കുന്ന നിലപാടുകളുടെ ഒപ്പം നിൽക്കുന്ന ആളാ. ബെന്നി ചേട്ടനും അതേ നിലപാടെടുക്കുന്ന ആളാ. അപ്പുറത്തിരിക്കുന്ന റോജിയും ഉമാ തോമസും സാദത്തും ബാബു ചേട്ടനും എല്ലാവരും, ഞങ്ങളെല്ലാവരും കോൺഗ്രസ് ഒരു നിലപാടെടുത്താൽ ആ നിലപാടിന്റെ കൂടെ നിൽക്കുന്ന ആളല്ല. കോൺഗ്രസിന്റെ നിലപാടിതാ. അതില് ഹൈബിക്ക് വേറെ നിലപാട്, VD സതീശന് വേറെ നിലപാട്, ബെന്നിച്ചേട്ടന് വേറെ നിലപാടൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു നിലപാടാണ്. ആ നിലപാട് ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാടുക. അതിനായിരിക്കും കോൺഗ്രസ് എപ്പോഴും. അതുകൊണ്ട് ഈ ഐക്യദാർഢ്യ സദസ്സ് തീർച്ചയായും മുനമ്പത്തെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവർക്ക് അവരോടൊപ്പമുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.